മറ്റൊരു വാർത്തയിലേക്ക് തിരുവോണം ബമ്പർ അടിച്ച ഭാഗ്യവാൻ ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് എസ് നായർ എന്നയാൾക്കാണ് ബമ്പർ അടിച്ചത്. ഇയാൾ നെട്ടൂരിലെ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കി എന്നുള്ളതാണ് വിവരം. ഡാനി ഇപ്പോൾ ഉണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, കഴിഞ്ഞ ദിവസം ഈ നറുക്കെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരാണ് ഭാഗ്യവാൻ, ഭാഗ്യശാലി എന്നൊക്കെയുള്ള ഒരു കൗതുകവും ആകാംക്ഷയും മലയാളികൾക്കുണ്ട്. പലപ്പോഴും അവർ രംഗത്ത് വരാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ആ പേരും വിവരങ്ങളും ഒക്കെ പുറത്തേക്ക് വരികയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വലിയ അഭ്യൂഹങ്ങളാണ് ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നു. ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് തീരുമാനമാകുന്നു. തുറവൂർ സ്വദേശി ശരത് എസ് നായർക്കാണ് 25 കോടി രൂപയുടെ ഓണം ബമ്പർ അടിച്ചിരുന്നത്. ഇയാൾ നെട്ടൂരിലെ ലോട്ടറി ഏജന്റ് MT ലതീഷിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. ഇയാൾ ഈ ഭാഗത്ത് നെട്ടൂരിലെ നിപ്പോൺ പെയിന്റ്സിലെ ജീവനക്കാരനാണ് ശരത് എന്നാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇയാൾ തൈക്കാട്ടുശ്ശേരി SBI ശാഖയിലാണ് അദ്ദേഹം ടിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. ടിക്കറ്റ് നമ്പർ TJ 750605 എന്ന ടിക്കറ്റിനാണ് സമ്മാനം ലഭിച്ചിരുന്നത്. ഈ ടിക്കറ്റ് സമ്മാനം ലഭിച്ചെന്ന് ലോട്ടറി വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹം നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്, ഏജന്റിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. തന്റെ ഭാഗ്യത്തിൽ വലിയ രീതിയിൽ സന്തോഷം പുറത്തു പറയാതെ ഈ 2 ദിവസവും തന്നെ അത് ഒതുക്കി പിടിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് പല രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ പ്രചരിക്കുമ്പോഴും ഒരു രീതിയിലേക്കും ഇദ്ദേഹം അത് പുറത്തേക്ക് ഇത് പറഞ്ഞിരുന്നില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സഹപ്രവർത്തകരോടൊപ്പമാണ് ടിക്കറ്റ് വാങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത്. 1ാം സമ്മാനം ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഇദ്ദേഹം പ്രത്യേകിച്ച് വലിയ രീതിയിലേക്ക് ഇത് പുറത്ത് പറയാതെ ഇരിക്കുകയായിരുന്നു. ഇന്നാണ് അത് ഇവിടെ ബാങ്കിൽ അടക്കം സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഇതനുസരിച്ച് SBI ശാഖയിലാണ് ടിക്കറ്റ് സമർപ്പിച്ചിരിക്കുന്നത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി SBI ശാഖയില് ടിക്കറ്റ് നിലവിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ഇത് ഭാഗ്യവാനോ ഭാഗ്യവതിയോ എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു അഭ്യൂഹങ്ങൾ പ്രചരിക്കുകയായിരുന്നു. പലരും അവകാശവാദവുമായിട്ട് ചില കാര്യങ്ങൾ പുറത്ത് പറയുകയും ചെയ്തിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീക്കാണ് ഈ സമ്മാന അർഹയായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സ്ഥിരീകരണം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം 2 ദിവസങ്ങളിലടക്കം ഈ ഏജന്റിന്റെ കടയ്ക്ക് മുന്നിലടക്കം നമ്മൾ ഉൾപ്പെടുന്ന മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ ഇതിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീക്കാണ് ടിക്കറ്റിന് സമ്മാനാർഹയായതെന്നും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല, അവർ ഇപ്പോൾ സ്ഥലത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോഴും ഇത് സംബന്ധിച്ചൊരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു, ഇത് അവർക്ക് തന്നെയാണോ എന്ന്. കാരണം അവർ 2ാമത് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇത് തനിക്കല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴത് മാധ്യമങ്ങൾക്കോ മറ്റു മുന്നിലേക്ക് വരാനുള്ള മടി കൊണ്ടാണ് എന്നതാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന് തീരുമാനമായിരിക്കുന്നു. അവർക്കല്ല, അവർ പറഞ്ഞത് ശരി തന്നെയാണ്, തനിക്കല്ല എന്ന് പറയുമ്പോൾ പോലും മറ്റുള്ളവർ അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഏതാണ്ട് അദ്ദേഹത്തിന് ഉറപ്പാണ് എന്ന രീതിയിലാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്, ലോട്ടറി ഏജന്റിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് തീരുമാനമായിരിക്കുന്നു. ഇതിപ്പോൾ ബാങ്കിൽ സമർപ്പിച്ചതിന് ശേഷമാണ്. കാരണം ശനിയാഴ്ചയോടുകൂടി ഇത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെയും അവധി ദിവസങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് ബാങ്കിൽ സമർപ്പിക്കാൻ കഴിയുമോ? കാരണം ഞായറാഴ്ചയിലും അടക്കം ഇതിൽ ഒരു ബാങ്ക് അവധിയായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തിങ്കളാഴ്ചയോടുകൂടി ബാങ്കിൽ സമർപ്പിച്ച ശേഷമായിരിക്കും ഇത് പുറത്തറിയുക എന്നത് ഏതാണ്ട് ശരി തന്നെയായിരുന്നു. ഇപ്പോൾ അത് ശരിവച്ചിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലാണ് തുറവൂർ സ്വദേശിക്കാണ് 25 കോടിയുടെ വമ്പൻ സമ്മാനം അടിച്ചിരിക്കുന്നത്. ശരത് എസ് നായർ അദ്ദേഹം നെട്ടൂരിലെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു ടിക്കറ്റ് വാങ്ങിയത്. കൂട്ടുകാരെല്ലാം തന്നെ ഒപ്പമുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനാണ്. ഏതായാലും തൈക്കാട്ടുശ്ശേരി SBI ശാഖയില് അദ്ദേഹം വിജയിച്ച ലോട്ടറി സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഏതായാലും വൈകാതെ ഇതിന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാകും. തീർച്ചയായും അതാണ് ഇനി അറിയേണ്ടത്. ശരത്ത് പ്രതികരിക്കാൻ തയ്യാറാകുമോ എന്നതിലൊക്കെ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. നമുക്കറിയാം, പലപ്പോഴും ഈ 1ാം സമ്മാനം ലോട്ടറി അടിക്കുന്ന ആളുകൾ അവരുടെ വിവരങ്ങളൊക്കെ രഹസ്യമായി സൂക്ഷിക്കാറുണ്ട്. പൊതുവിൽ ഇത്തരം ലോട്ടറി അടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ശല്യം പിന്നീട് നേരിടേണ്ടതായി വരുന്നു. പലരും പണം കടമായി ചോദിക്കുന്നു. അങ്ങനെയുള്ള വലിയ ശല്യം നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ചിലർ അതിനെ നേരിടാൻ ഒരുക്കം ഉള്ളവർ ആണ്. അങ്ങനെയുള്ള ഒരാളാണോ ശരത് എന്നതിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും 1ാം സമ്മാനം ആർക്ക് എന്നത് സംബന്ധിച്ച അറിയാൻ മലയാളികൾക്കൊരു പൊതു താല്പര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് 25 കോടി രൂപയാണ് 1ാം സമ്മാനം എന്നത്. 12 കോടിയോളം രൂപയാണ് ആ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഭാഗ്യശാലി ആര് എന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു. അതിന് ഉത്തരങ്ങൾ പലതായിരുന്നു. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ഒരു സ്ത്രീക്കാണ്
ഈ ലോട്ടറി അടിച്ചത് എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. ഏജൻസികൾ അവരെ ബന്ധപ്പെട്ടപ്പോൾ ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാങ്കിൽ ഏൽപ്പിച്ചു കൊള്ളാമെന്ന് ഫോണിലൂടെ മറുപടി നൽകിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അത് ആ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴിതാ തുറവൂർ സ്വദേശി ആയിട്ടുള്ള ശരത് എസ് നായർക്ക് ആണ് ഒന്നാം സമ്മാനം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പലപ്പോഴും ഈ ലോട്ടറി ടിക്കറ്റ് സമ്മാനം ലഭിക്കുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒക്കെ ഉള്ള ആളുകൾ ടിക്കറ്റ് എടുക്കുന്ന ശീലമുണ്ട്. അത് സുഹൃത്തുക്കൾ വഴി ചിലപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സാഹചര്യമുണ്ട്. ആരെങ്കിലും നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരോട് ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്ന രീതിയുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്ന് ഉള്ളവർ ഈ കേരളത്തിൽ ഇത്രയും ക്രെഡിബിൾ ആയ ഒരു ലോട്ടറി സംവിധാനമാണുള്ളത്. അത് സർക്കാർ തന്നെയാണ് നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞ പലരും ഇത്തരം ടിക്കറ്റുകൾ എടുക്കുന്ന ഒരു ശീലമുണ്ട്. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായി ടിക്കറ്റ് വിറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴായി ഇത്തരം ബമ്പർ സമ്മാനങ്ങൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയതായുള്ള സൂചനകൾ വരാറുണ്ട്. ചിലർ സംഘമായി ടിക്കറ്റുകൾ എടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഈ ടിക്കറ്റ് അടിച്ച വിവരം അല്ലെങ്കിൽ സമ്മാനം അടിച്ച വിവരം മറച്ചു വയ്ക്കുന്ന ഒരു രീതിയുമുണ്ട്. പക്ഷേ ഇപ്പോൾ ശരത് എസ് നായർ എന്ന വ്യക്തിക്കാണ്, ആലപ്പുഴക്കാരനാണ്, ഈ ടിക്കറ്റിൻ്റെ ഒന്നാം സമ്മാനം ലഭിച്ചത് എന്ന വിവരം ആണ് പുറത്തു വരുന്നത്. മലയാളിക്ക് തന്നെയാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നത് സ്വാഭാവികമായി മലയാളികൾക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിൻ്റെ ഭാഗ്യം പുറത്തേക്ക് പോകുന്നതിൽ വലിയ മാനസിക പ്രയാസമൊക്കെ ലോട്ടറി ഏജന്റുമാരും വിതരണക്കാരും പോലും സൂചിപ്പിച്ച സാഹചര്യമുണ്ട്. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ മലയാളികളായിട്ടുള്ളവർ ടിക്കറ്റ് എടുക്കുന്നത് കുറയും, അത് വിൽപ്പനയെ ബാധിക്കുമെന്നൊക്കെയുള്ള ആശങ്കയായിരുന്നു നേരത്തെ അവർ അറിയിച്ചിരുന്നത്. എങ്കിൽ ഇത്തവണ റെക്കോർഡ് വിൽപ്പന തന്നെയായിരുന്നു ടിക്കറ്റിന് ഉണ്ടായിരുന്നത്. 75 ലക്ഷം ടിക്കറ്റുകൾ ആണ് അച്ചടിച്ചിരുന്നത്. റെക്കോർഡ് വരുമാനം. ഇപ്പോൾ ആജ്ഞ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ ഈ ഭാഗ്യവാൻ ആര് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ഭാഗ്യശാലിയെ തേടിയുള്ള ഒരു അന്വേഷണം പൊതുവിൽ ഉണ്ടായിരുന്നു. അത് ലോട്ടറി ഏജൻസിയും ആരാണ് എന്നറിയാത്ത ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. അതിലിപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അത് ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ് ഈ ഒന്നാം സമ്മാനത്തിന് അർഹനായ വ്യക്തി എന്നുള്ളതാണ്. ബാങ്കിൽ അദ്ദേഹം ലോട്ടറി ഹാജരാക്കിയെന്നും അറിയാൻ സാധിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ശരത്ത്? അത്തരം വിവരങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ശരത്ത് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ശരത്തിന്റെ സുഹൃത്തുക്കളാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നെട്ടൂരിലെ ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. ഒരു പക്ഷേ ഇത്ര ദിവസം, അതായത് ഈ കേരള സംസ്ഥാന ഭാഗ്യങ്ങളുടെ 25 കോടി എന്ന് പറഞ്ഞാൽ അത്രയും അധികം ആകാംക്ഷയോടെ ആളുകൾ കാത്തിരുന്ന ഒരു ഇതുകൂടി ആയതുകൊണ്ടും അതിന് വാർത്താ പ്രാധാന്യം കൂടിയത് കൊണ്ടും അടിച്ചത് ഭാഗ്യശാലി ആരാണ് എന്നുള്ളതൊരു ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നെട്ടൂരിലെ ഈ ഏജൻസി ഉടമ ഈ ലതീഷ് പറഞ്ഞതനുസരിച്ചിട്ട്, ലതീഷ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു, പക്ഷേ അവരുടെ പ്രൈവസി മാനിച്ചിട്ട് വിവരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ തെറ്റിപ്പോയതായിരിക്കാം. 800 ടിക്കറ്റോളം അദ്ദേഹം വിറ്റിരുന്നത് തെറ്റിപ്പോയതായിരിക്കാം. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് തന്നെ എടുത്ത ടിക്കറ്റിൽ അദ്ദേഹത്തിന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്തായാലും ഈ 2 ദിവസം ബാങ്ക് അവധി ഒക്കെ പരിഗണിച്ചിട്ട്, അതിന്റെ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ പരിഗണിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടാതെ രഹസ്യമാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിരുന്നാലും ഇന്ന് ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കിയത് അതോടുകൂടിയാണ് ശരത്താണ് ടിക്കറ്റിന്, അതായത് ഭാഗ്യശാലി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. തുറവൂർ സ്വദേശിയാണ് ശരത് നായർ എന്ന ആളാണ് ഭാഗ്യശാലി എന്നുള്ള കാര്യം വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ്. നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് അദ്ദേഹം. നെട്ടൂരിൽ നിന്ന് എടുത്ത ടിക്കറ്റ് തന്നെയാണ് ഈ പൈസ അടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പുറത്തു വന്നിരുന്നത്. അത് ഇത്രയും നേരം നമ്മൾ ഭാഗ്യശാലി ആര് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നു. അതിന് അവസാനമാവുകയാണ്. നെട്ടൂരിലെ ഒരു പെയിന്റ് കടയിലെ ജീവനക്കാരനായ ശരത് നായർ എന്ന് പറയുന്ന തുറവൂർ സ്വദേശിക്കാണ് എന്തായാലും ഭാഗ്യം കടാക്ഷിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തുറവൂർ സ്വദേശിയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം, അതായത് ശരത്തും മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ, കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുമോ, ഒത്തിരി കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണണം. കാരണം 2 ദിവസം ഈ ഭാഗ്യക്കുറിയുടെ റിസൾട്ട് വന്ന ശേഷം 2 ദിവസമായിട്ട് വലിയ അന്വേഷണത്തിലായിരുന്നു മാധ്യമങ്ങളായാലും ജനങ്ങളായാലും ഒക്കെ. ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വന്നത്. പക്ഷെ ഇതൊക്കെ വളരെ രഹസ്യമാക്കി വെച്ച് ബാങ്കിൽ ടിക്കറ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് വരെ അത് വളരെ രഹസ്യമാക്കി സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രൈവസിയെ മാനിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ശരത്ത് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക്, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ കൂടുതൽ സാധ്യതയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തയ്യാറാണോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്ന അനുസരിച്ചിട്ട് അവരാരും